നമസ്കാരം, ഏവർക്കും സ്വാഗതം അമേരിക്കൻ കഫേയിലേക്ക്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ കുട്ടികളാകുമ്പോഴത്തേനും അവരുടെ ഏറ്റവും നല്ല കൂട്ടുകാരെന്ന് പറയുന്നത് അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അപ്പൂപ്പനാണ്. അപ്പോൾ അപ്പൂപ്പൻ്റെ കൂടെ നടക്കാൻ പോകുന്നതും കൂടുതൽ കാഴ്ചകൾ കാണുന്നതും ബലൂൺ വാങ്ങിക്കഴിക്കുന്നതും മിഠായികൾ വാങ്ങിക്കഴിക്കുന്നതും ഒക്കെയാണ് ഈ കുട്ടിക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം. അങ്ങനെ ഇരിക്കെ അപ്പൂപ്പന് ഒരു ദിവസം ഒരു അത്ഭുതം ഈ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അതായത് അവരുടെ വീടിൻ്റെ മുൻപിലുള്ള വലിയൊരു മരത്തിൻ്റെ ഒരു ചില്ലയിൽ ഒരു അമ്മക്കിളി വന്ന് കുറച്ച് മുട്ടകൾ ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടി വളരെയധികം എക്സൈറ്റഡായി. അതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചെറിയ പക്ഷിക്കുട്ടികൾ ഇനി വളരാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ ഇരിക്കെ കുറേ ദിവസങ്ങൾ എല്ലാ ദിവസവും ഒരു ഏണി വെച്ച് ഈ അപ്പൂപ്പനും കൊച്ചുകുട്ടിയും കൂടെ ഈ മുട്ടകളൊക്കെ നോക്കും, എന്തെങ്കിലും വിരിയാറായോ എന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കുട്ടി നോക്കുമ്പോൾ ഇതാ ഒരു മുട്ടയിൽ ചെറിയൊരു വിള്ളൽ. അതായത് പക്ഷിക്കുട്ടി പുറത്തേക്ക് വരുന്ന സമയമായി. പക്ഷേ ഈ പുറത്തേക്ക് വരാനുള്ള ആ ഒരു സ്ട്രഗിൾ അത് നോക്കിയപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടം. പക്ഷിക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടി പതുക്കെ എന്ത് ചെയ്തെന്നറിയാമോ? ഈ മുട്ടത്തോടുകൾ പൊളിച്ചു കൊടുത്തു. പക്ഷേ അപ്പോഴേക്കും പുറത്തേക്ക് എത്തിയ പക്ഷികൾക്ക് ചിറകുകൾക്ക് ബലമില്ലാതെ താഴേക്ക് വീണ് അതിന് പറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി പോയി. അപ്പോൾ ഇത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് വീണ്ടും മുത്തശ്ശൻ സഹായത്തിനായി എത്തി. ഒടുവിൽ മുത്തശ്ശൻ അവന് പറഞ്ഞു കൊടുത്തു, ഈ പക്ഷികളും നമ്മൾ മനുഷ്യരും ഏതാണ്ട് ഒരേപോലെയാണ്. ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ ദുഃഖങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ഈ പക്ഷിക്കുട്ടികൾ ഈ തോടിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത് പോലെ ചിറകുകളിട്ട് അടിക്കുമായിരിക്കും. പക്ഷേ ആ ഓരോ ഉദ്യമവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ചിറകുകൾക്ക് ബലം കിട്ടാതെ അതിന് പറക്കാൻ പറ്റാതെ താഴേക്ക് വീണുപോയത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും അത് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനാണ് എന്നുള്ള പോസിറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുകയുള്ളൂ എന്ന് ആ ഒരു മുത്തശ്ശൻ ചെറുമകൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപടി നല്ല പോസിറ്റീവ് തോട്ട്സും കുറേയധികം നല്ല കാര്യങ്ങളും ഒക്കെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിയറസ്റ്റ് ആൻഡ് പാലി, I'm Arun Varghese, an Indian shop owner from Boston. I came to US in the late 80s. At first, I worked with McDonald's. Then for the next 3 years in a petrol bank. And for almost 10 years, I became a cab driver. But then, I met with an accident, and after that, it was too difficult for me to sit in the car for long hours. Thus came the idea of starting a shop of my own. The best that foreigners buy from my store are pappadam, appalams and kondatams. We supply almost all Indian spices and products from India, Sri Lanka and Malaysia. ഇത് ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. കാരണം ഇന്ത്യൻ കടകളുടെ മുൻപിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ കടകളുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ വരുന്നൊരു പ്രത്യേക മണമുണ്ട്. അതായത് ഒരു ചായപ്പൊടിയുടെയും കാടമുന്റെയും ഏലക്കയുടെയും ഒക്കെ മണം. ഈ ഒരു മണമാണ് നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ കടകളെ ഒരു ടിപ്പിക്കൽ ഷോപ്സിനെയൊക്കെ അതുപോലെ ആക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഈ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ഷോപ്സിൽ വരുന്ന സാധനങ്ങൾ കൂടുതലും നമ്മളിപ്പം കോക്കനട്ട് മിൽക്ക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിൽ ഇത് ഇത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാകുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്ന സമയത്ത് അമ്മ ഈ ചോറും കറിയും മാത്രമേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും ഒരു നൂഡിൽസ് ഉണ്ടാക്കി തരൂ എന്ന് പറയുന്ന നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോഴത്തേനും എന്താ നമ്മുടെ സാധാരണ അരിയും അല്ലെങ്കിൽ പരിപ്പും ദോശയുടെ മാവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ എന്തൊരു സന്തോഷത്തോടു കൂടിയാണല്ലേ വാങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല കാര്യം തന്നെയാണ്. എൻ്റെ അമ്മ എൻ്റെ ഫോൺ നല്ല കാര്യം തന്നെയാണ്. മാത്രമല്ല അരുൺ വർഗീസിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മൈ വൈഫ് സുജ ആൻഡ് കിഡ്സ് റോബിൻ ആൻഡ് റിയ ഓൾസോ സപ്പോർട്ട്സ് മീ ഇൻ ഓൾ മൈ വെഞ്ചേഴ്സ്. സോ പ്ലീസ് പ്ലേ എ സോങ് ഫോർ മൈ ഫാമിലി ആൻഡ് മൈ സ്റ്റാഫ് സണ്ണി ആൻഡ് മാർട്ടിൻ. റിഗാർഡ്സ് അരുൺ വർഗീസ്. അപ്പോൾ ഇവരുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു 5 പേരാണെന്ന് തോന്നുന്നു അല്ലേ? സണ്ണി, മാർട്ടിൻ, വൈഫ്, പിന്നെ കുട്ടികൾ, പിന്നെ നമ്മുടെ ഈ ഒരു പ്രിയപ്പെട്ട ചേട്ടൻ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോരോ ഇൻസിഡൻസ് അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചാണ് നമ്മുടെ ലൈഫിൻ്റെ സക്സസ്സും ഫെയിലിയറും പലപ്പോഴും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളുടെ ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ പോലെ തന്നെ നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കാനാണ് അത് വന്നത് എന്നൊരു ചിന്ത നമ്മുടെ
ഉള്ളിലുണ്ടായാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. യെസ്, നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ വായിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. നമ്മുടെ കോളേഴ്സ് വളരെ ഉഷാറായിട്ട് കോൾ ചെയ്തോളൂ. വരുന്ന ചില കോൾസ് കട്ടായി പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കോൾസ് കാത്ത് ഞാൻ ഇരിക്കുകയാണ്. നെക്സ്റ്റ് ലെറ്റർ. Hello Anne, I'm Francis Syriac from California. I retired 2 years before. My wife Lucy will be retiring on March and we are planning for a long vacation on April. പലരും പ്ലാൻ ചെയ്യുന്ന പോലെ ഒരു കാര്യമാണ് അല്ലേ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു ലോങ് വെക്കേഷൻ. അപ്പോൾ എന്തായാലും അത് വളരെ വേഗമല്ല, എന്തായാലും ഏപ്രിലിൽ നടക്കാൻ പോവുകയാണല്ലോ. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നു കേട്ടോ. We'll be taking a cruise and we'll be visiting so many beautiful locations in Europe and Africa. Ever since our marriage, we were planning for a honeymoon, but we were always tied up with some or other things. It always happens in life അല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ വന്നിട്ട് നമ്മൾ ഒരു വശത്തേക്ക് മാറ്റിവെക്കും. പക്ഷെ പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത്, അന്ന് അങ്ങനെ ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ എന്ത് നന്നായനെന്ന്. പക്ഷേ തിങ്സ് ഓൾവേസ് ഹാപ്പൻ ഫോർ ദ ബെസ്റ്റ്. അന്ന് നടക്കാതിരുന്നത് മേ ബി അതിൽ നല്ലൊരു അനുഭവം ജീവിതത്തിൽ വരാൻ വേണ്ടി ആയിരിക്കാം അല്ലേ. അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കാം, അത്ര തന്നെ. Now our kids have their own family and we are literally free now. Our prayers to all the members of Kairali. Wishes, Francis Syriac. ഇവരുടെ ലെറ്റർ വായിക്കുമ്പോഴും ഫ്രാൻസിസ് അങ്കിളിൻ്റെയും വൈഫിൻ്റെയും ഒക്കെ ലെറ്റർ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ജീവിതത്തിൽ കുറേ വർഷങ്ങൾ ഒരുമിച്ച് നടന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ ലൈഫിനുണ്ടാവുന്ന ഓരോരോ ടേൺസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിനുണ്ടാവുന്ന ഓരോ മാറ്റങ്ങൾക്ക് ശേഷം അവർ റിട്ടയർമെൻ്റ് ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് പറയുവാനും അവർക്ക് ഷെയർ ചെയ്യാനും നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരിക്കാം ലൈഫിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്കൊരു കൂട്ടായിട്ട് ഒരാൾ ഉണ്ടാവുന്നത് എത്ര നന്നാണ്, നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾ ഉണ്ടാവുന്നതും എത്ര നന്നാണെന്നൊക്കെ നമ്മൾക്ക് പലപ്പോഴും തോന്നുന്നത് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് ചെല്ലുമ്പോഴാണ്. അതായത് 60+ കാലഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ ഓർമ്മ വരുന്നത് NN കക്കാടിൻ്റെ 4 വരികളാണ് കേട്ടോ. വരിക സഖി അരികത്ത് ചേർന്ന് നിൽക്കാം, പഴയൊരു മന്ത്രം സ്മരിക്കാം, അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം, സഫലം ഈ യാത്ര. അന്യോന്യം ഊന്നുവടികളായും സ്നേഹത്തിൽ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന 2 വ്യക്തികളായിട്ടും ഫ്രാൻസിസ് അങ്കിളിനും വൈഫ് ലൂസിക്കും ഒരുപാട് വർഷങ്ങൾ ഇനിയും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഹലോ ആൻ ചേച്ചി, I like your program very much. I like the songs, letters and phone calls of your show. Someday I too wish to speak Malayalam like you. നല്ല കാര്യം. എൻ്റെ മലയാളത്തിന് എന്താ പറയുക, കോട്ടയം ആക്സെൻ്റ് ഉണ്ടെന്നും അതുപോലെ തന്നെ എൻ്റെ മലയാളത്തിൽ വരുന്ന ചില തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ലെറ്റേഴ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹന്ന കൊച്ച് എന്തായാലും ഇങ്ങനെ ഒരു അഭിപ്രായം പറയില്ല. Someday, okay, my parents and grandpa speak Malayalam at home, but sometimes certain words and phrases are too difficult for me to handle. So, my appapan has told me to watch your show and learn how to fluently speak in Malayalam. അപ്പാപ്പന് പ്രത്യേകം നന്ദി കേട്ടോ. ഒരു സെക്കൻഡ്, ഒരു കോൾ വന്നിട്ടുണ്ട്. ഹന്ന കൊച്ചേ, ഞാൻ ഇപ്പം വരാം. ഹലോ. ഹലോ. യെസ്, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ശശിധരൻ പിള്ളായി. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ഹൂസ്റ്റൺ സൈപ്രസിൽ നിന്ന് വിളിക്കുകയാണ്. യെസ്, എന്ത് ചെയ്യുന്നു? ഞാൻ റിട്ടയർഡ് ആണ്. ഓക്കെ, എന്ത് ചെയ്യുകയായിരുന്നു റിട്ടയർമെന്റിന് മുൻപ്? എന്തായിരുന്നു പ്രൊഫഷൻ? ഞാൻ മെഡിക്കൽ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഓക്കെ, ഫൈൻ. എത്ര വർഷങ്ങൾ ആയി US എത്തിയിട്ട്? ഞങ്ങൾ 32 വർഷമായി. 32 വർഷം അല്ലേ? അപ്പൊ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം അവിടെ തന്നെ ആയിരുന്നു. അതെ. ഓക്കെ, നാട്ടിൽ എവിടെയാണ് സ്ഥലം? നാട്ടിൽ പേട്ട, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. വൈഫിന്റെ വീടോ ട്രിവാൻഡ്രത്ത് തന്നെയാണോ? ഇപ്പൊ ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്താണ്, നേരത്തെ കൊല്ലത്തായിരുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ട്രിവാൻഡ്രത്ത് നിന്നും അവിടേക്ക് ചെന്നതിന് ശേഷമുള്ള ജീവിതത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു അങ്കിളുടെ? ഇവിടെ വന്ന് നമ്മൾ നാട്ടിനെ സംബന്ധിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞ ഒരു പ്രത്യേക രീതിയാണ്. നമ്മള് ഇവിടെ എന്ന് പറഞ്ഞ ഒരു എല്ലാവരും കാണുന്ന ഒരു ഫാമിലി ലൈഫ് അറ്റ്മോസ്ഫിയർ ആണോ. എല്ലാരും അവരവരുടെ ജോലി, തിരക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടാണ്. നാട്ടിലാണെങ്കിൽ കുറെ കൂടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അല്ലെങ്കിൽ നമ്മൾക്ക് ബന്ധുക്കളുടെ അടുത്തൊക്കെ പോകാനും കുറെ കൂടെയൊക്കെ സമയം കിട്ടാറുണ്ട് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അങ്കിളുടെ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സ് ആരെങ്കിലുമായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? സ്കൂളിൽ പഠിച്ച 1ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളൊക്കെ ആയിട്ട് ആരെങ്കിലുമായിട്ട്? ഇല്ല, അവരെല്ലാം പല പല സ്ഥലങ്ങളിലായി മാറിയിരിക്കുകയാണ്, ഇവിടെ ഇല്ല. ഓക്കെ, കോളേജിൽ പഠിച്ച ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആരെങ്കിലും ഓർമ്മിക്കാറുണ്ടോ?
ഞാൻ ഓർമ്മിക്കാറുണ്ട്, പക്ഷേ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞത് കൊണ്ട് കൂടുതൽ ടച്ച് ഇല്ല. ഓക്കെ, സ്കൂളിൽ പഠിച്ച ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ പേര് പറയാമോ? ഏറ്റവും അധികം വഴക്കിട്ട ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ പേര്? സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഓർക്കുന്നില്ല പഴയ കാലങ്ങൾ. ആണല്ലേ? അവിടെ ചെന്നു, അവിടുത്തെ തിരക്കിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സ്കൂളും കോളേജും ഒക്കെ തിരക്കിലിന്റെ ഇടയിൽ പതിയെ പതിയെ അങ്ങ് മറന്നുപോയി അല്ലേ? അതെ അതെ അതെ, ഇവിടുത്തെ ജീവിത രീതി അതായത്. ഓക്കെ ഓക്കെ. അല്ല, ഇനി എപ്പോഴെങ്കിലും മകളുടെ നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കളല്ലാതെ ഇവിടെ സുഹൃത്തുക്കൾ ഉണ്ടാവുകയും അല്ലെ ആരെങ്കിലും ഒക്കെ കാണണം എന്നൊക്കെ തോന്നാറുണ്ടോ? ഉണ്ട് ഉണ്ട്. ഞങ്ങൾ ഈ മാസം അടുത്ത ആഴ്ച ഞങ്ങൾ നാട്ടിൽ പോവാണ്. ആണല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ബന്ധുക്കളെ അല്ലാണ്ട് സുഹൃത്തുക്കളെ ആരെയും കാണാറുണ്ട്? സൗഹൃദങ്ങളെല്ലാം അങ്ങ് തീർന്നു പോയോ? ഇല്ല, സുഹൃത്തുക്കളെ കാണാറുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലത്താണ് കൂടുതൽ. അത് കഴിഞ്ഞ് പേട്ട ട്രിവാൻഡ്രത്തേക്ക് മാറിയതാണ് 5 വർഷം മുമ്പ്. ഓക്കെ. അപ്പൊ ഈ 2 സ്ഥലങ്ങളിലും പെട്ട് കുറെ പേര് അവിടെയും കുറെ പേര് ഇവിടെയും അങ്ങനെയുള്ള ഒരു അവസ്ഥയായി പോയി അല്ലേ? അതെ അതെ. ഓക്കെ. അങ്ങളുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഒന്ന് പ്രീത്ത്, അവൻ കല്യാണം കഴിഞ്ഞു, അവൻ ഇവിടെ ജോലി ചെയ്യുന്നു. ഓക്കെ. വൈഫിന്റെ പേര് സന്ധ്യ. ഓക്കെ. അടുത്തയാള്? മോടെ പേര് പ്രിയ. ഓക്കെ. മരുമകന്റെ പേര് അനൂഷ്. ഓക്കെ. ഡോക്ടർ അനൂഷ്. അവർക്ക് 2 കൊച്ചുമക്കളുണ്ട്, ജിയൻ ആൻഡ് ദേവൻ. ഓക്കെ. ഈ കൊച്ചുമക്കളെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ കൊച്ചുമക്കൾക്ക്? ടേപ്പൊക്കെ ചെയ്യാറുണ്ട്, പാട്ട് പാടാറില്ല. പാട്ട് പാടാറില്ല? പാട്ട് പാടാൻ ശ്രമിക്കാറുണ്ടോ? പഴയ ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ അങ്കിളിന്? ഒരു 2 വരി. എനിക്ക് ഒരു വരിയെ വേണേ ഞാൻ പാടാം. പാടിക്കോളൂ, പറ്റുന്നത്ര ഒന്ന് പാടൂ, കേൾക്കട്ടെ. ഓക്കെ. മാനസമൈനേ വരൂ വരൂ, മധുരം നുള്ളിൽ തരൂ തരൂ. അരുമ അതൊന്നും ഇല്ലേ? അരുമ പൂവാടിയിൽ നീ പോയോ? ഞാൻ കേക്കുക, ഞാൻ പാടുന്നത് കേട്ട് അങ്ങനെ പേടിച്ചു ഫോൺ വെച്ചോന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആ ഒരു ഉദ്യമം ഒരിക്കലും ശ്രമിക്കാറുള്ളതല്ല പാടുക എന്നുള്ളത്. പക്ഷെ അങ്കിൾ ഇത്രയാണെങ്കിലും 2 ലൈൻ ആണെങ്കിലും അങ്കിൾ പാടിയതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. മേ ബി അങ്കിൾ കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഇറങ്ങിയ ഒരു സിനിമയായിരിക്കും അല്ലേ അത്? അതെ, അന്നത്തെ പഴയ സിനിമയാണ്. ഓക്കെ. അതിൽ മധുസാറും ഷീലാമയും ഇരിക്കുന്ന ആ ഒരു വിഷ്വൽസ് ഒക്കെ നമ്മൾക്ക് ഈ പാട്ടിന്റെ ഏത് വരികൾ കേട്ടിട്ടുണ്ടെങ്കിലും ആർക്കായാലും ഓർമ്മ വരും. മലയാളത്തിലെ മികച്ച ക്ലാസിക്സിലൊന്നാണ്. തകഴിയുടെ രചനയിൽ പിറന്നു വീണ ഒരു നോവലാണ്. അതിന്റെ സിനിമാവിഷ്കാരമാണ്. ഉപ്പിലിട്ട പച്ച നെല്ലിക്ക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ ഓർമ്മ വരും അല്ലേ? നമ്മൾക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങളുണ്ട്. കുറേ എരിവ്, പുളി അല്ലെങ്കിൽ എക്സ്ട്രീം ടേസ്റ്റ് ഒക്കെയാണ് അന്ന് കൂടുതൽ ഇഷ്ടം. അതായത് ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പ് തേച്ച് വെച്ചിട്ടുള്ള മാങ്ങ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, ചാമ്പയ്ക്ക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ക്ലാസ്സിലൊക്കെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പതുക്കെ ഇങ്ങനെ ടേബിളിൻ്റെ അടിയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. ഇത് ഏതെങ്കിലും സമയത്ത് പിടിക്കുകയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കുറേയധികം ആൾക്കാർ എന്തായാലും നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യുക, അന്ന് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഒപ്പം പഠിച്ചിട്ടുള്ള ആ ഫോൺ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യൂ. അപ്പോൾ അവർക്ക് അറിയാമല്ലോ നിങ്ങൾ ഇതൊക്കെ ഓർമ്മിക്കുന്നുണ്ടെന്ന്. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കുവാനും ചിരിക്കുവാനും ഒക്കെ കഴിയുന്നത് ഇതുപോലുള്ള നല്ല നല്ല ചില അനുഭവങ്ങളാണ്. അതായത് സാധാരണ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന ദിവസങ്ങളൊന്നും നമ്മൾ ഓർമ്മിക്കണം എന്നില്ല. എപ്പോഴെങ്കിലും വഴക്ക് കിട്ടിയത്, കരഞ്ഞത്, നിലവിളിച്ചത്, കൂട്ടുവെട്ടിയത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്നത് അല്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹന്ന കൊച്ചിൻ്റെ ലെറ്റർ ഞാൻ വായിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ. ഹലോ. യെസ്, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ജോൺ ആണ്. ഓക്കെ, അങ്കിൾ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാന് ഞാനൊന്ന് ആനിന്റെ അതുപോലെ പേരുള്ള ഒരു സ്ഥലത്തു നിന്നാ. ആന്ന് പേരുള്ള സ്ഥലോ? അതെ. പറയൂ, ഏതാണ് സ്ഥലം? ഞാൻ തോറ്റു. സ്ഥലത്തിന്റെ പേര് പ്രിൻസസ് ആൻ. ഓ, ഷോ സംഭവം. You look like a princess. That is bad for you. You made my day, കേട്ടോ. This place is called Princess Anne. Okay, very good. Yeah, very that good. is probably because when the British queen, the queen's daughter came here. Yes, Queen Elizabethന്റെ ഒരേ ഒരു മകളാണ് പ്രിൻസസ് ആൻ.
we know that. Princess Anne. So Yes, yes. you should be proud of your name then. ഓക്കെ ആൻ എന്നുള്ള പേര് ആൻ എന്നുള്ള നെയിമിന്റെ മീനിങ് തന്നെ മഹത്വം അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ടത് എന്നൊക്കെയാണ്. പക്ഷെ ഇതുവരെ very ആരും good, very ബഹുമാനിച്ചൊന്നും കണ്ടില്ല. I പറഞ്ഞു, you my goodness, the whole world is, we are on the eastern border of America. Oh, see? Yeah, see, we just like we are living in not in Shantamugam, and the Arabian Ocean is just close by. So Okay. we are living just like that. Okay, fine. In the eastern side of America. വെരി ഗുഡ്. അപ്പൊ അവിടെ So ഇങ്ങനെ we are seeing you live in our TV. in our TV. യെസ്, നല്ല കാര്യം. ഇതൊക്കെയാണ് ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് എന്ന് നമ്മൾക്ക് പറയാവുന്നത്, അല്ലേ? Yeah. You know what? ഞാൻ പറയാം, ഞാൻ എന്താ വേളിക്കുന്നേലാ കുറച്ചാൾ ജോലി എടുത്തത്. ആഹാ, എവിടെ വേളിക്കുന്ന അറിയാമോ? എവിടാന്ന്? ഇല്ല, പറഞ്ഞു തന്നാ അറിയാം. വേളി എന്ന് പറയുന്ന സ്ഥലം അറിയത്തില്ലയോ? എവിടെയെങ്കിലും പറഞ്ഞോളൂ. ട്രിവാൻഡ്രത്തെ വേളി. അറിയാം. അങ്ങനെ ഒരു പേരുണ്ടോ ആ സ്ഥലത്തിന്? വേളിക്കുന്നൊരു പേരുണ്ടോ? അല്ല, അവിടെ ISRO എന്നും പറഞ്ഞൊരു വലിയ കേന്ദ്രമുണ്ട്, ഈ സ്പേസ് റിസർച്ച് സെന്റർ. യെസ്, ഉണ്ട്. ഞാൻ അവിടെ ഒത്തിരി നാൾ ജോലി എടുത്തതാ. ഓക്കെ, അങ്കിൾ ISROയിലാണ് വർക്ക് ചെയ്തിരുന്നത്, അല്ലേ? ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മളുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ കണ്ടിട്ടുണ്ടോ? പ്രൊഫസർ അബ്ദുൽ കലാമിനെ കണ്ടിട്ടുണ്ടോന്നോ? ഞങ്ങൾ രണ്ടും കൂടെ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന പല മീറ്റിംഗിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ he was a director and I was a small manager. In that group, പക്ഷെ ശരിക്കും അദ്ദേഹത്തോടൊപ്പമുള്ള ദിനങ്ങളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ കൊളീഗ്സ് ഒക്കെ എപ്പോഴും പറയാനുള്ളത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വളരെ നല്ല ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ്. അപ്പോൾ ശരിക്കും അങ്കിളിന്റെ അനുഭവങ്ങളിൽ എന്തെങ്കിലും ഒരു നല്ല എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടോ? Oh, sure. He was a very fantastic personality. Okay. I tell you what, even if he sees me somewhere on the sides, he'll say, "Hi, how are you?" He was so nice a person. Okay. As a person, he was fantastic, nice person. You know what? I remember there's a song, saying that, the Saint Mary has been lowered so much, and so she has been put in the highest position in the world. Just like that. He was so humble, and he has been raised to the highest of the highest. Exactly. Okay. So that is, he was a fantastic. When I heard the news that he is no more, we felt so sorry about that. One of my friends, who is living in New Jersey, it is a little far away. He immediately called me, that Abdul Kalam is dead and he is no more. Then we all felt bad about him because he was so nice a personality. യെസ്, ഓഫ് കോഴ്സ്. നമ്മളുടെ എല്ലാവരെയും അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം കൊണ്ട് വരും തലമുറയ്ക്ക് കൂടെ ഇൻസ്പിറേഷൻ കൊടുക്കുവാനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്, ഒരു പർട്ടിക്കുലർ സെന്റൻസ് എനിക്ക് ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത് തോന്നിയിട്ടുള്ളത്, ഒരു ബ്ലാക്ക് ബോർഡ് അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെറും കറുപ്പ് നിറം മാത്രമേ അതിലുള്ളൂ. പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതം നിറം പിടിപ്പിക്കുവാനുള്ള, അല്ലെങ്കിൽ അത് തെളിയിക്കുവാനുള്ള വിജ്ഞാനം പകർന്നു തരുന്നത് ആ ഒരു കറുത്ത ബോർഡിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു കുട്ടിയോട് ഒരു സ്കൂളിൽ ചേർക്കുമ്പോൾ നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു, ആ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ആ കുട്ടിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കണം നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുവാൻ പറ്റുമെന്ന്. ഇതുപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കുറേ വർഷങ്ങൾ ലോകമെമ്പാടും പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും അതുപോലെ തന്നെയുള്ള വിദ്യാർത്ഥി കൂട്ടായ്മകളിലുമൊക്കെ സംസാരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയത്. എന്തായാലും അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുകയും അടുത്തറിയാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഇന്ത്യയിൽ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരിൽ ഒരു ലെജൻഡ് തന്നെയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ അങ്കിളിന് വേണ്ടിയിട്ട് ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ ഇന്നത്തെ അമേരിക്കൻ കഫേയിൽ നമ്മൾ ഓർമ്മിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു പേര് തന്നെയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ പേര് മാത്രമല്ല, അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക്
ശ്രമിക്കാം. നമ്മുടെ ഹന്ന ഡെന്നീസിൻ്റെ ലെറ്റർ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അതിപ്പോൾ വായിക്കാം. ഹന്ന പറഞ്ഞു വന്നത് എന്തായിരുന്നെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഹന്നയുടെ വീട്ടിലെല്ലാവരും പറയുന്നു നന്നായിട്ട് മലയാളം സംസാരിക്കണം. പ്രത്യേകിച്ച് ഹന്നയുടെ അപ്പാപ്പൻ ഗ്രാൻഡ് ഫാദറും പറയണു അങ്ങനെ നന്നായിട്ട് മലയാളം സംസാരിക്കണം. അതാണ് ഹന്ന പറഞ്ഞു വന്നത്. So my Appapan has told me to watch your show and learn how to talk fluently in Malayalam. So after taking a few lessons from your show, maybe one day I'll make a call to your show. And one suggestion, Chechi, please speak a bit slowly. Love, Hannah Dennis. അത് മുൻപും സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പതുക്കെ സംസാരിക്കണം എന്ന്. പൊതുവേ ഞങ്ങൾ കോട്ടയം പാലാ റീജിയനിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ പുടുപുടുപുടാന്ന് ഇത്തിരി ഫാസ്റ്റായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അത് കേട്ടിട്ട് ചിലർ പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ സമയമില്ലാത്തതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന്. മേ ബി എനിക്ക് തോന്നുന്നു അത് ഒരു പരിധി വരെയൊക്കെ ശരിയാണെന്ന്. ഇത്തിരി ക്ഷമ കുറവുള്ള ഒരു വ്യക്തിത്വമാണ് എൻ്റേതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് തന്നെ എൻ്റെ സംസാരത്തിലും ഇത്തിരി കൂടുതൽ വരണുണ്ടോയെന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇനി മുതൽ സംസാരിക്കുമ്പോൾ ഞാൻ നിർത്തി ഓരോരോ കാര്യങ്ങളും പറയാൻ ശ്രദ്ധിക്കുന്നതാണ്. നമ്മൾക്കൊരു കോളുണ്ട്. ഹലോ. യെസ്, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ബേബി. ഓക്കെ, ബേബിയുടെ ശബ്ദം കേട്ടിട്ട് മുതിർന്ന ഒരാളെ പോലെ ഉണ്ടല്ലോ. ആണല്ലോ. വീട്ടിലെ ഇളയ കുട്ടിയായിരുന്നോ? ആയിരുന്നു. അതാണ് ബേബി എന്നുള്ളൊരു പേര് വന്നത് അല്ലേ? ആണ്. ഓക്കെ. എത്ര പേരുണ്ട്? മുതിർന്ന ആൾക്കാർ എത്ര പേരുണ്ട് വീട്ടിലെ? സിബ്ലിങ്സ്? എന്റെ മൂത്തത് 7 പേര്. ആ, കൊള്ളാലോ. അപ്പൊ എല്ലാവരുടെയും അനിയത്തി പുന്നാര കുട്ടിയായിട്ടാണ് വളർന്നത്. അതെ. എപ്പോഴെങ്കിലും എവിടെയാണ് നാട്, വീട് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ? ഹലോ, എന്തോ? വീട് എവിടെയാണ്? നാട്ടിൽ എവിടെയാണ് വീട്? എന്റെ വീട് എടത്തുവാ. എന്നെ കല്യാണം കഴിച്ചേക്കുന്നത് കൂത്താട്ടുകുളം. ഓക്കെ. എടത്തുവ പള്ളിയിലൊക്കെ പോവാറുണ്ടോ? ഉണ്ട്. ഓക്കെ, ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എടത്തുവ പള്ളിയില്. അവിടുത്തെ പെരുന്നാളൊക്കെ വളരെ പ്രസിദ്ധല്ലേ? അതെ. ഓക്കെ. അത് മാത്രല്ല ഒരുപാട് വിശ്വാസികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലേ? അതെ. ഓക്കെ. അവിടെ നിന്നും കൂത്താട്ടുകുളത്തേക്ക് പോയപ്പോൾ എങ്ങനെയുണ്ട്? കൂത്താട്ടുകുളമൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലെന്നേ ഉള്ളോ? എടത്തുവയുടെ അത്ര ഇഷ്ടമില്ല ആണല്ലേ? എടത്തുവയില് നിങ്ങക്ക് എന്താ പറയാ, ആ ഒരു ഏരിയ ആയതുകൊണ്ട് നല്ല മീനൊക്കെ കിട്ടില്ലേ? കിട്ടും. ഇഷ്ടമാണ് മീൻകറിയൊക്കെ? ആണല്ലേ? ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നപ്പോ മീൻകറിയൊക്കെ ഉണ്ടാക്കി അവരെ ഞെട്ടിച്ചോ? ഞെട്ടിച്ചു. പൊതുവെ ഞങ്ങള് കൂത്താട്ടുകുളം, പാല ആ ഭാഗത്തെ മീൻകറിയൊക്കെ ചുവന്ന കളർ മീൻകറിയാ. നിങ്ങൾ അങ്ങനെയല്ലല്ലോ, കുറച്ച് നല്ല നീട്ടി അല്ലേ? അതും അറിയാം. ഇപ്പൊ ഇതിലേതാണ് ബേബി ചേച്ചിക്ക് ഇഷ്ടം? ഫിഷ് മോളി. നമുക്കൊന്നും അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ പേര് കേട്ട് കഴിഞ്ഞാൽ ഫിഷ് മോളിന്നോ ഫിഷ് ബോബെന്നോ ഒക്കെ കേട്ടാൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാം. ആണോ? അങ്ങനെ ചോദിച്ചോണ്ടേ. പാചക കലയിൽ ഞാനിപ്പോഴും കടലിന്റെ മുൻപിൽ ചിപ്പികൾ പെറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അതെ. ചില സമയത്ത് ചിപ്പ് ഇടുമ്പോ ചിലപ്പോ നന്നാവും. പിന്നെ ബാക്കി അത് കൂടുതൽ സമയവും പിന്നെ എൻ്റെ അടുത്തൊന്നും പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വീട്ടുകാരെന്തെങ്കിലും ഒക്കെ കഴിച്ചങ്ങ് പോവുക, അത്ര തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാനിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിൽ ഉപ്പ് കുറവാണെങ്കിലും മുളക് കൂടുതലാണല്ലോ എന്നൊക്കെ. ഓക്കെ. എന്ത് ചെയ്യാണ് അതൊക്കെ പറയൂ. ഞാൻ പോസ്റ്റ് ഓഫീസിലെ വർക്ക് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ജോലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറയൂ. ഒത്തിരി ജോലിയുണ്ട്. എന്നാലും ഇഷ്ടമാണോ ജോലി? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടമാ. കൊറേ ആൾക്കാരെ കാണാനും ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റാറുണ്ടോ? നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞപ്പോ ഭയങ്കര തിരക്കുള്ള ഒരു സമയമായിരിക്കും അല്ലേ? അതെ. ഓക്കെ. എങ്കിലും ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കുട്ടികൾ എന്ത് ചെയ്യുന്നു? എന്റെ ഹസ്ബൻഡ് കെമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈവനിങ് ടൈമിൽ ഇവിടെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. കുട്ടികളോ? കുട്ടികൾ 2 പേരുണ്ട്. മകള് ഡോക്ടറാണ്, മകൻ എഞ്ചിനീയർ ആണ്. ഓക്കെ. അവരുടെ 2 പേരുടെയും പേര് കൂടി പറഞ്ഞോളൂ. മോടെ പേര് ക്രിസ്റ്റി. ഓക്കെ. മോന് റോബിൻ. ഓക്കെ. ബേബി ചേച്ചിക്ക് പാട്ട് പാടാൻ അറിയാമോ?
പാടാനറിയാം, എല്ലാരും കേൾക്കത്തില്ലേ, ഞാൻ പാടത്തില്ല. അത് സാരമില്ല. ഇപ്പൊ ഇവിടെ പാട്ട് പാടാൻ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിപ്പോ പാട്ട് മത്സരമൊന്നും അല്ലല്ലോ. അതിനു വേണ്ടിയിട്ട് എന്താ പറയാ, അതിനു വേണ്ടിയിട്ടുള്ളൊരു അവസരമല്ല. ജസ്റ്റ് നമ്മൾ വിളിച്ച കാര്യമൊന്നും ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു മൂവിയിലെ ഇഷ്ടമുള്ള ഏതെങ്കിലും 2 വരി പാടുന്നു. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാണം വരുന്നു. അയ്യോ വേണ്ട, നാടി ഇടങ്ങഴി മണ്ണുണ്ട് ഉണ്ട്, അതിൽ 4 പുരയുണ്ട്. കഴിഞ്ഞോ? ബേബി ചേച്ചിയുടെ ഹസ്ബൻഡ് ഇത് ബേബി ചേച്ചിയെ നോക്കി പാടിയ പാട്ടാണോ? അതേപോലെ ഉണ്ടല്ലോ. നിങ്ങൾ തമ്മില് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അതെ അതെ. ഓക്കെ. ആ സമയത്ത് അല്ലെങ്കിൽ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ചോദിച്ച എന്തെങ്കിലും കാര്യങ്ങളോ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഓർമ്മയുണ്ടോ? ഇപ്പൊ അതൊക്കെ ചോദിക്കാറുണ്ടോ എന്തെങ്കിലും? ഒന്നും കാര്യമായിട്ട് അങ്ങനെ ചോദിച്ചൊന്നുമില്ല. അത്ര അഡ്വഞ്ചറസ് ഒന്നും അല്ലായിരുന്നു അല്ലേ ആ പ്രായത്തില്? എന്തോ അല്ലേ, അത്രമാത്രം എന്താ പറയാ, നമ്മൾ അത്രമാത്രം ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്ന പ്രായമൊന്നും ആയിരുന്നില്ല അല്ലേ അത്? അല്ല അല്ലേ? ഓക്കെ. അപ്പോ ബേബി ചേച്ചി എന്തായാലും ഇത്തിരി മടിച്ചിട്ടാണെങ്കിലും പാട്ട് പാടി തന്നതിന് താങ്ക്സ് ഉണ്ട്. പക്ഷെ ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ കുറച്ചുകൂടി പ്രിപ്പയർ ആയിട്ട് നമുക്കൊരു 4 വരിയെങ്കിലും കേൾക്കാം. ഇത് പാട്ട് പാടി കേൾക്കാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ നിന്ന് പോയ പോലെ തോന്നണം. എന്തായാലും നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ചേച്ചിയുടെ കൂടെ ഹസ്ബൻഡ് ഉണ്ടാവട്ടെ, നമുക്ക് 2 പേരോടും സംസാരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ചേച്ചി. അപ്പോൾ ബേബി ചേച്ചി പറഞ്ഞതുപോലെ എടത്തുവയിൽ നിന്നും കൂത്താട്ടോളം വരെ ചെല്ലുമ്പോൾ പോലെ തന്നെ നമ്മളുടെ കേരളത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വൈവിധ്യം ഉണ്ടാവുകയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ 14 ജില്ലകളിൽ ചെല്ലുമ്പോൾ അതിനെ സബ്ബായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഓരോരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേക രീതിയിലുള്ള ഭാഷയുണ്ട്. മാത്രമല്ല കുക്ക് ചെയ്യുന്ന രീതി, പിന്നെ നമ്മുടെ ജീവിത രീതികൾ എല്ലാത്തിലും കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇത്തരം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ രാഷ്ട്രീയ ചിന്തകൾ, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സംസാരം, ഇതൊക്കെ നമ്മൾക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. മലയാളികളുടെ ഓരോ സ്ഥലത്തെയും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയുന്ന പണ്ടൊക്കെയുള്ള ചായക്കട, ബാർബർ ഷോപ്പ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് കേൾക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് സിനിമയോടുള്ള ഇഷ്ടം. ഇന്ത്യയിൽ ഇത്രയധികം ഭാഷകൾ സംസാരിക്കുന്ന ഇത്രയധികം സ്ഥലങ്ങളുണ്ടായിട്ട് പോലും ഇപ്പോഴും റീജിയണൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറേയധികം നല്ല സിനിമകൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ കുറേയധികം നല്ല കാഴ്ചക്കാർ കൂടെയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളം. നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ അതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മൾക്ക് വെറും സിനിമകളായാൽ പോരാ, അതിനുള്ളിൽ നമ്മൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ നല്ല നല്ല സോങ്സ് ഉണ്ടാവണം, അതിന് നല്ല നല്ല വിഷ്വൽസ് ഉണ്ടാവണം. ഡു നോട്ട് റീഡ് സക്സസ് സ്റ്റോറീസ് that will only give you a message, but rather read failure stories that will explain to you how to become a successful person. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വരികളാണിത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫിൽ ഒരു റോൾ മോഡൽ ആകുവാൻ വേണ്ടി നമ്മൾ ഉറ്റുനോക്കുന്നത് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾക്കും ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനാണ് എന്തുകൊണ്ടും ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവുന്നത്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറീസ് ഓൾറെഡി ലോകത്ത് രചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സ്റ്റോറീസ് ഇനി നമ്മൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ കൂടിയും മനുഷ്യർ ജീവിതമെന്ന പരീക്ഷ എഴുതുവാൻ വേണ്ടി അടുത്തിരിക്കുന്ന ആളുടെ ആൻസർ പേപ്പറിൽ നോക്കുന്നത് എന്തുമാത്രം വിഡ്ഢിത്തമാണ് എന്ന് ആരോ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ്. അത് എത്രയായാലും മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ തന്നെ ഏറ്റവും കുറച്ച് കാണുമ്പോഴാണ് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നതെന്ന് കൂടി ഒരിക്കൽ ഓർമ്മിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫെയിലിയറിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കൽ തോമസ് ആൽവ എഡിസന്റെ അടുത്ത് അദ്ദേഹം ഏറ്റവും അധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, എത്ര തവണ നിങ്ങൾ ഫെയിലിയർ ആയി ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ബൾബ് ഉണ്ടാക്കുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ഉത്തരം ലോക പ്രശസ്തമാണ്, നമ്മൾക്ക് എവൾക്കും അറിയുന്നതാണ്. എങ്കിലും ഒരിക്കൽ കൂടി പറയാം, എത്ര തവണ തോറ്റു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ 1000-ലധികം തവണ ഇത് ചെയ്യുവാനുള്ള ഏറ്റവും മികച്ച രീതി ഇതല്ല, ഞാൻ പരീക്ഷിച്ചതല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി കിട്ടുവാൻ സാധിച്ചു. അതായത് അദ്ദേഹം 1000-ലധികം തവണ, ഒരു ലേമൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, ചില കാര്യങ്ങൾ ചെയ്ത് തോറ്റുപോയി. ബട്ട് എങ്കിലും ഒടുവിൽ സക്സസ് സ്റ്റോറി അദ്ദേഹത്തിൻ്റെതായിരുന്നു. ലൈറ്റ് ബൾബ് മുൻപ് സൃഷ്ടിച്ചത് ആരെങ്കിലും ആയിട്ട് കൂടി തോമസ് ആൽവ എഡിസന്റെ പേരിലാണ്
നമ്മളത് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത്. ജീവിതത്തിൽ നമ്മളോട് പറഞ്ഞു തരുവാൻ ഇത്തരം നല്ല കാര്യങ്ങൾ തരുന്ന ഒരുപാട് ലെജൻഡ്സ് നമ്മളുടെ ചുറ്റുമുണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ വലിയ വ്യക്തിത്വങ്ങൾക്ക് ഉപരി നമ്മളുടെ വീട്ടിലെ നമ്മളുടെ അച്ഛനും അമ്മയും നമ്മുടെ സിബ്ലിങ്സും ഒക്കെ ഇത്തരം ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നവരാണ്. അപ്പോൾ എത്ര ചെറിയ കാര്യമായാലും അത് ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ ഉതകുന്നതാണ് എങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മനോഹരമായ ഒരാഴ്ചയും ഇതോടൊപ്പം തന്നെ ആശംസിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. യാത്രാമൊഴി ചോദിക്കുന്നു ആൻ എന്ന ഞാൻ.